അപ്പെക്സ് ബോഡിയായ കേരള ഫിലിം ചേംബറിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ആണെന്ന് ഇപ്പോൾ നടന്നത്. സിനിമാ വ്യവസായം കോവിഡിന് ശേഷം വളരെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പല പ്രാവശ്യം പല ചർച്ചകളിൽ കൂടി സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പലതും ലഭിക്കുന്നില്ല. സിനിമാ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുക. സിനിമാ വ്യവസായത്തിലെ തിയേറ്ററുകൾക്കും പ്രൊഡ്യൂസർമാർക്കും ഡിസ്ട്രിബ്യൂട്ടർമാർക്കും നിലനിൽക്കാൻ പറ്റാത്ത ഈ വ്യവസായം തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് സുപ്രധാനമായിട്ടുള്ള പല തീരുമാനങ്ങളും ചേംബർ എടുക്കേണ്ടതായിട്ട് വരുന്നത്. ആ ചേംബറിൻ്റെ കഴിഞ്ഞ ചേംബർ മീറ്റിങ്ങിൽ അങ്ങനെ ഒരു തീരുമാനം വേണമെന്ന അടിസ്ഥാനത്തിലാണ് ഇവിടെ നിന്ന് നമ്മുടെ ഒരു തീരുമാനം എടുക്കണമെന്നും അതിന് എല്ലാ സംഘടനകളെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു മീറ്റിംഗ് നടത്തണമെന്ന് നമുക്ക് തീരുമാനിച്ചു. അതിന് മുന്നോടിയായിട്ട് നടന്ന എല്ലാവരുടെ സമ്മതപ്രകാരം നടന്നൊരു മീറ്റിംഗ് ആയിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ 6-ാം തീയതി നടന്നത്. ആ മീറ്റിങ്ങിൽ അപ്പെക്സ് ബോഡിയുടെ എല്ലാ അഫിലിയേറ്റ്സും പങ്കെടുത്ത മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രതിനിധീകരിച്ചിട്ടുണ്ടായിരുന്നു, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ എല്ലാവരും കൂടി പങ്കെടുത്ത ഒരു മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിങ്ങിൽ എല്ലാവരും കൂടി എടുത്ത ഒരു തീരുമാനമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്ന ജി സുരേഷ് കുമാർ അന്ന് അവിടെ അനൗൺസ് ചെയ്തു. അതായത് സിനിമാ വ്യവസായം മുന്നോട്ട് പോകണമെങ്കിൽ ഒരു പ്രക്ഷോഭം നടത്തിക്കൊണ്ട് സർക്കാരിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നേടിക്കൊണ്ട് അല്ലാതെ വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നും അതേമാതിരി തന്നെ ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ പ്രതിഫലം വളരെയധികം കൂട്ടിക്കൊണ്ടാണ് ഇപ്പോൾ പോകുന്നതെന്നും വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നും അത് വിലയിരുത്തിക്കൊണ്ടാണ് ചർച്ച നടന്നു. അതിനൊരു സിനിമ സമരത്തിൽ കൂടെയെങ്കിലും അത് നേടിയെടുക്കണം എന്നുള്ള ഒരു തീരുമാനം അവിടെ എല്ലാവരും കൂടി ഒരുമിച്ചെടുത്തൊരു തീരുമാനം. ആ തീരുമാനത്തിന് മുന്നോടിയായിട്ട് തന്നെ ചേംബറിലും അവരുടെ കത്ത് തരികയും അത് ചേംബറിൻ്റെ സപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തതാണ്. ആ ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇന്ന് ഇവിടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞങ്ങൾ തീരുമാനങ്ങളും എല്ലാ അഫിലിയേറ്റ്സും കൂടി ഇരിക്കുന്ന എല്ലാ അഫിലിയേറ്റ്സിനെ പ്രതിനിധീകരിച്ച എല്ലാവരും കൂടി ഉണ്ട്, പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ ഇരിക്കുന്നത്, സിനിമാ വ്യവസായത്തിൻ്റെ അപ്പെക്സ് ബോഡിയുടെ എല്ലാ അഫിലിയേറ്റ്സും കൂടി ഇരിക്കുന്നത്. അവർ കൂടിയുള്ള ഇന്നത്തെ തീരുമാനത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുൻ പ്രസിഡൻറ്റും ചേംബറിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്നു ജി സുരേഷ് കുമാർ. അദ്ദേഹം ഒരു സംഘടനയ്ക്ക് വേണ്ടിയല്ല അവിടെ സംസാരിച്ചത്, വ്യവസായത്തിന് വേണ്ടിയാണ് അവിടെ സംസാരിച്ചത്. സംസാരിച്ച് ഞങ്ങളെപ്പോലെയുള്ള ഞാനൊരു ചേംബറിൻ്റെ പ്രസിഡൻ്റാണെങ്കിലും ഞാൻ പ്രതിനിധീകരിക്കുന്നത് എക്സിബിറ്റർ അസോസിയേഷനിൽ നിന്ന് വന്നിട്ടാണ് ഞാൻ ഈ ചേംബർ പ്രസിഡൻ്റായിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചും ഈ തിയേറ്റർ വ്യവസായം കൊണ്ടു നടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് സിംഗിൾ സ്ക്രീൻ, അതായത് 1-2 സ്ക്രീനുള്ള തിയേറ്ററുകൾ, ആ തിയേറ്ററുകൾക്ക് ഓണേഴ്സിന് തിയേറ്ററുകൾ കൊണ്ടു നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. മൾട്ടിപ്ലെക്സ് വലിയ ഗ്രൂപ്പുകൾ മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സ്ഥിതി എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് പ്രൊഡക്ഷൻ വിങ്ങിലും. വലിയ പ്രൊഡ്യൂസേഴ്സിന് മാത്രം നിലനിൽക്കാൻ പറ്റുകയും സാധാരണ ചെറുകിട പ്രൊഡ്യൂസേഴ്സ് നിലനിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ആ സിറ്റുവേഷനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് 90% വരുന്ന പ്രൊഡ്യൂസേഴ്സിന് അവരുടെ നന്മയ്ക്ക് വേണ്ടി ചോദ്യം ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ മുൻ പ്രസിഡൻ്റായിരുന്ന ജി സുരേഷ് കുമാർ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻറ്റിൻ്റെ അഭാവത്തിൽ എല്ലാ അഫിലിയേറ്റ്സുകളുടെയും സമ്മതത്തോടു കൂടിയ സമരത്തിന് മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനമെടുത്തു. അപ്പോൾ ആ തീരുമാനത്തിന് ഞങ്ങളുടെ ചേംബറിൻ്റെ അഫിലിയേറ്റ് ചേംബറിൻ്റെ മെമ്പറായ ശ്രീ ആൻ്റണി പെരുമ്പാവൂർ അതിന് വളരെ മോശമായ രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇന്നിവിടെ ചർച്ച വന്ന് വളരെയധികം എല്ലാ മെമ്പർമാരും അതിനെതിരെ ശക്തമായിട്ട് നടപടിയെടുക്കണമെന്ന് തന്നെയാണ് ഇവിടെ തീരുമാനമെടുത്തിരിക്കുന്നത്. ആ തീരുമാനപ്രകാരം ഞങ്ങൾ ചേംബറിൻ്റെ മെമ്പറായ അദ്ദേഹത്തിന് നമ്മൾ ഇവിടുന്ന് ഒരു കത്തയക്കും. 7 ദിവസത്തിനുള്ളിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചുകൊണ്ട് നമുക്ക് 7 ദിവസത്തിനുള്ളിൽ ഇത് പിൻവലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഉറപ്പ്. അദ്ദേഹം ചേംബറിൻ്റെ ഒരു മെമ്പറാണ്, അദ്ദേഹം അത് തെറ്റാണ് ചെയ്തതെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടാവും. അത് പിൻവലിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അത് എന്തായാലും സംഭവിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഉറപ്പ്. പിന്നെ ഇനി ഞങ്ങളുടെ സമരമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സൂചനാ സമരം നമ്മൾ അനൗൺസ് ചെയ്യും. ഈ സൂചനാ സമരം അനൗൺസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇന്ന് തീരുമാനിച്ചു. ഡേറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് മറ്റുള്ള അഫിലിയേഴ്സുകളും അതുമാതിരി തന്നെ പ്രൊഡക്ഷനിലുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പടം ഏത് ഡേറ്റിലേക്ക് ബ്ലോക്ക് ആവുമോ എന്നാണ് നമുക്ക് നോക്കാൻ വേണ്ടി ഒരു ഡേറ്റ് ഞങ്ങൾ താമസിക്കാതെ ഒരാഴ്ചയ്ക്കുള്ളിൽ ആ ഡേറ്റ് ഞങ്ങൾ അനൗൺസ് ചെയ്ത് സൂചനാ പണി കൊടുക്കും. അത് ഞങ്ങൾക്ക് സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ആനുകൂല്യം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഗവൺമെൻറ്റും അധികാരത്തിൽ വന്നാൽ ഒരു ബഡ്ജറ്റിന് മുമ്പ് പ്രീ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് സാധാരണ എല്ലാ വ്യവസായങ്ങളും വിളിക്കുക എന്നുള്ളൊരു മര്യാദയാണ്. ഇന്നേ വരെ ഇവിടെ ചേംബറിൽ നിന്ന് 2-3 വർഷമായിട്ട് കത്തുകൾ പോയിട്ടുണ്ട്. പ്രീ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് വിളിക്കണമെന്നും സിനിമാ വ്യവസായത്തിൻ്റെ പ്രതിസന്ധി എന്താണെന്ന് മനസ്സിലാക്കണമെന്നും പറഞ്ഞുകൊണ്ട് കത്ത് പോയിട്ട് ഇന്നേ വരെ പ്രീ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല. പിന്നെ ഇത് കൂടാതെ ഉണ്ട് ഇപ്പം എന്താ 2025-26 ബഡ്ജറ്റിൽ നിങ്ങൾ നോക്കി കാണാം എന്തെങ്കിലും സിനിമാ വ്യവസായത്തിന് ഒരു ഗുണം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി.
അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഭൂരിഭാഗവും വരുന്ന സിംഗിൾ സ്ക്രീൻ തിയേറ്ററുകളും അതേമാതിരി തന്നെ പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള ചെറിയ വലിയ ബഡ്ജറ്റിൽ പണം പിടിക്കാത്ത പ്രൊഡ്യൂസേഴ്സ് 90% പ്രൊഡ്യൂസേഴ്സ്. അത് ഞങ്ങൾക്കറിയാം, ചേംബറിലൂടെ പ്രൊഡ്യൂസർ ടൈപ്പ് വരുമ്പോൾ അറിയാം ഏതൊക്കെ പ്രൊഡ്യൂസർമാരാണ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പ്രസ്താവന നടത്തിയത്. അതിന് ഞങ്ങൾ ശക്തമായിട്ട് ചേംബറിൻ്റെ അപ്പെക്സ് ബോഡി എന്നുള്ള ചേംബർ ശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമ്മൾ ഉദ്ദേശിച്ചിട്ട് കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഒരു അംഗം എന്ന നിലയിൽ, ഇത് കൂടാതെ ഞങ്ങളുടെയൊക്കെ സുഹൃത്തും വഴികാട്ടിയൊക്കെ ആയി നിന്ന അദ്ദേഹത്തിനും അറിയാം, അതായത് ഈ പറഞ്ഞ ആന്നി പെരുമ്പാറിനും അറിയാം, അദ്ദേഹത്തിന് മാനഹാനി പറ്റത്ത് എന്ത് കാരണം പറഞ്ഞാലും ഞങ്ങൾക്ക് ചർച്ചയ്ക്ക് വിധേയമല്ല. ഞങ്ങളതിനെ ആൻസർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അത് കാരണം അങ്ങനെയുള്ളൊരു കുറിപ്പ് പിൻവലിച്ച് ഇവിടെ സമർപ്പിക്കേണ്ടത്. അതിന് ഒരാഴ്ച സമയം കൊടുത്ത് ഇവിടുന്ന് ലെറ്റർ പോയിട്ടുണ്ട്. ഒരു മെമ്പർ എന്ന നിലയിൽ നമുക്കത് ചെയ്തേ പറ്റൂ. അപ്പം അതിൻ്റെ മറുപടി വരട്ടെ. അപ്പോൾ ഒരാഴ്ച കൂടി തന്നെ ഞങ്ങളുടെ ഈ സൂചനാ സമരത്തിൻ്റെ ഡേറ്റും ഗവൺമെൻറ്റിനെതിരായിട്ട് നടത്തുന്ന ഡേറ്റും അതിൻ്റെ മെമ്മോറാണ്ടങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യും. അപ്പം അതിന് എന്ത് കാരണങ്ങൾ പറഞ്ഞാലും ചെയ്യുന്നു. നിങ്ങൾ ചോദിക്കുന്ന അതിൽ കാരണം പറഞ്ഞിരുന്നു, എന്ത് കാരണം പറഞ്ഞു, എന്ത് വികാരം കൊണ്ടു, ഇതൊന്നും അല്ല ഇവിടെ കാര്യം. അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ല അതിന് പ്രൊഡ്യൂസ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആരും അറിയപ്പെടാത്ത ആളെന്ന്, ചേംബറിൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഒന്നും ആരും അറിയപ്പെടാത്ത ആൾക്കാരല്ല. മിസ്റ്റർ വിജയകുമാർ ഉണ്ട് ഇവിടെ, അദ്ദേഹം ആരും അറിയപ്പെടുന്നു. അങ്ങനെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് പറയാൻ മടിയാണെങ്കിൽ അവർ ഇവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യും. ആ കോണ്ടാക്ട് ചെയ്തിട്ട് വളരെ മോശമായി പോയി എന്ന് പറയാം. അല്ലാതെ എന്ത് കാരണം പറഞ്ഞുകൊണ്ടും ആരെയും എന്തും പറയാം എന്നുള്ളൊരു വെല്ലുവിളി ടോട്ടൽ ഇൻഡസ്ട്രി, ഞങ്ങൾ പണം മുടക്കുന്ന ആൾക്കാരുടെ സംഘടനയാണ് കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ്. തിയേറ്റർ ഉടമകൾ, പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അപ്പോൾ അവരെ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ചോദ്യം ചെയ്യട്ടെ. അല്ലാതെ ഇതൊരു ശരിയായ നടപടിയായിട്ട് പൊതുവെ ആർക്കും തന്നെ തോന്നുന്നില്ല. അതുകൊണ്ടാണ് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തത്. ഒന്നും ക്ലിയർ ചെയ്യേണ്ട കാര്യമില്ല. ചേംബറിന് ബോധ്യമായ ഒരു കാര്യം ഞങ്ങൾ എന്തിനാ പിന്നെ ക്ലിയർ ചെയ്യണത്? ഈ സമൂഹത്തിൽ ക്ലിയർ ചെയ്യേണ്ട കാര്യമുണ്ടോ? ചേംബറിൻ്റെ കമ്മിറ്റിക്ക് ബോധ്യമായ കാര്യം ഞങ്ങൾ ഡിക്ലെയർ ചെയ്തു. പിന്നെ അതിന് ഞങ്ങൾ വിശദീയമായിട്ട് അതാണ് ഇതാണ് ഇവിടെ വിളമ്പേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടിട്ടാണ് ഇല്ലില്ല, അതിൻ്റെ ആവശ്യമില്ല. മനസ്സിലായി? ഞങ്ങൾക്ക് ബോധ്യമായ ഒരു കാര്യത്തിൽ ഞങ്ങളിതിനെ മറ്റുള്ളവരെ അതിനാക്കണം. ഞങ്ങളുടെ പ്രസിഡന്റും സെക്രട്ടറിക്കും മറ്റുള്ള അഫിലിയേറ്റ്സിനും ഒക്കെ ബോധ്യമായ ഒരു കാര്യം ആ കുടുംബം എല്ലാവരും കണ്ടതാണല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള വിശദീകരണം അദ്ദേഹത്തിനോട് ചോദിക്കും? അതല്ലേ ശരി? എന്റെ പൊന്നോ, ഇത് പണ്ടും പെഫ്കയൊന്നും അല്ല സമരം ചെയ്തേക്കുന്നത്. ഇവിടെ സമരം ചെയ്തേക്കുന്നത് പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എക്സിബിറ്റേഴ്സ്. കേരള ഫിലിം ചേംബർ ഓഫ് കോമേഴ്സ് ചരിത്രം പഠിച്ചാലേ അറിയാം എങ്ങനെയൊക്കെയാണ് ഇവിടെ സമരം നടന്നേക്കണതെന്ന്. ഞങ്ങൾക്ക് പെഫ്കയും വേണ്ട, അമ്മയും വേണ്ട, ആരും വേണ്ട സമരത്തിന്. ഇവിടെ കളിക്കാൻ തിയേറ്ററില്ല, പ്രൊഡക്ഷൻ്റെ ആളില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരിട്ട് ഷൂട്ട് ചെയ്യും, ആരിട്ട് നടത്തും. അങ്ങനെ ചെയ്യുന്ന പടങ്ങളെ പറ്റി നമുക്ക് വിലയിരുത്താം. പിന്നെ ഇപ്പോഴല്ല അതിനെപ്പറ്റിയൊക്കെ ഒരു വെല്ലുവിളിയായിട്ട് മുമ്പോട്ട് പോകേണ്ടത്. ഞങ്ങൾക്ക് അതിനെ വെല്ലുവിളിക്കാനുള്ള സമയമില്ല. ഗവൺമെൻറ്റിനോട് ആദ്യം വെല്ലുവിളിക്കട്ടെ, അതിനുശേഷം അതിൻ്റെ കാര്യങ്ങൾ വരട്ടെ, അതിനുശേഷം മറ്റുള്ള വിഷയങ്ങളുമായിട്ട് വന്നിട്ട് ഇൻഡെഫിനിറ്റ് റൈറ്റിലേക്ക് പോകട്ടെ. അല്ല, അത് ഈ 1 day ടോക്കൺ സ്ട്രൈക്ക് എന്തായാലും ഉണ്ടാവും. സൂചനാ പണിമുടക്ക് എന്ന് പറയുന്ന ഒരു സാധനം അത് പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എക്സിബിറ്റേഴ്സ് അടക്കമുള്ള ആൾക്കാർ പ്രൊഡക്ഷൻ അടക്കം നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു സ്തംഭനാവസ്ഥ ഒരു ദിവസത്തേക്കുണ്ടാവും. അത്രയേ ഉള്ളൂ. ഡേറ്റ് തീരുമാനിക്കേണ്ടത് ഒരാഴ്ച. ഇന്നിപ്പോൾ ചേംബറിൻ്റെ അഫിലിയേറ്റ്സ് ആണ് പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എക്സിബിറ്റേഴ്സ്. അതിൻ്റെ എല്ലാം ഭാരവാഹികളും പ്രസിഡന്റുമാരും ഇവിടെ ഉണ്ട്. നാളെ 3 ദിവസം കൊണ്ട് ഞങ്ങളുടെ അഫിലിയേറ്റ്സിൻ്റെ എല്ലാം എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചേരുകയാണ്. അപ്പോൾ 3-4 ദിവസത്തേക്കുള്ളിൽ
അവർ ഡേറ്റ് ഞങ്ങളെ അറിയിക്കും. ആ ഡേറ്റ് അനുസരിച്ച് ഒരു കോമൺ ഡേറ്റ് ചേംബർ അനൗൺസ് ചെയ്യും. അന്ന് മലയാള സിനിമ സ്തംഭിക്കും. ഒരു തിയേറ്ററിലും ഒരു പ്രൊഡക്ഷൻ ഉൾപ്പെടെ ഒന്നും നടക്കില്ല. അന്ന് സൂചന പണിമുടക്ക് ഏതെങ്കിലും വ്യക്തികൾക്കെതിരെയല്ല, സംഘടനകൾക്കെതിരല്ല. ഞങ്ങളുടെ വിവിധ ആവശ്യങ്ങളുണ്ട്. അത് ഇൻഡസ്ട്രിയായിട്ട് പ്രഖ്യാപിക്കണം. കറണ്ട് ചാർജ് പ്രശ്നമുണ്ട്, തിയേറ്ററുകാരുടെ പ്രശ്നമുണ്ട്, ഞങ്ങളുടെ ഡബിൾ നികുതിയുണ്ട്, ട്രിപ്പിൾ നികുതിയുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു അമ്മ സംഘടനയ്ക്കെതിരായിട്ടൊന്നും അല്ല. ഇപ്പോൾ അമ്മ സംഘടനയ്ക്കെതിരെ ചേംബർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് സമരത്തിലില്ല. മറിച്ച് ഞങ്ങൾ സമരം ചെയ്യല്ല. ഞങ്ങൾ അവരോട് പറയുകയാണ്, ഞങ്ങൾ ഡിമാൻഡ് ഇൻഡസ്ട്രി സർവൈവ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വേജസ് കുറയ്ക്കണം, അതനുസരിച്ച് നിർമ്മാണ ചെലവ് കുറയണം. അങ്ങനെ നിർമ്മാണ ചെലവ് കുറഞ്ഞ് നല്ല പടങ്ങൾ ഇവിടെ ഉണ്ടാവണം. പലരും ചോദിക്കും, നിങ്ങൾ ക്വാളിറ്റിയുള്ള പടങ്ങൾ ഉണ്ടാകാത്തത്. ആ ക്വാളിറ്റി ഉണ്ടാകുന്ന പടങ്ങൾ ഉണ്ടാകാത്തത് നിർമ്മാണ ചെലവിൻ്റെ ഭൂരിപക്ഷം അങ്ങനെ പോകാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തിക്കെതിരെ അല്ല, മറിച്ച് ഇൻഡസ്ട്രിയുടെ ആവശ്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അത് ആ സൂചനാ പണിമുടക്കിൽ കഴിഞ്ഞ് ചർച്ചകൾ നടന്നത് പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ സമരമായി മുന്നോട്ട് പോകാനാണ് എല്ലാ അത്ലറ്റ്സും തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. എക്സിബിറ്റേഴ്സിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങളോട് പലതവണ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പം പിന്നെ ഒന്ന് ഡബിൾ ടാക്സേഷൻ, GST തന്നെ വലിയൊരു തോതിലാണ് GST കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ സംസ്ഥാന ഗവൺമെൻറ്റും കൂടെ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് കൂടി ഏർപ്പെടുത്തിയപ്പോഴത്തെ തിയേറ്ററുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായത്. ടോട്ടൽ കളക്ഷൻ്റെ 30% തിയേറ്ററുകാർ ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 100 രൂപ കളക്ഷൻ വന്നു കഴിഞ്ഞാൽ 30 രൂപയാണ് ഗവൺമെൻറ്റിലേക്ക് പോകുന്ന എമൗണ്ട്. അതിൻ്റെ പ്രൊഡ്യൂസർക്ക് 25 രൂപയ്ക്ക് താഴെയുള്ള എമൗണ്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സ്ഥിതി മാറണം. എന്ത് കാര്യത്തിനും തിയേറ്ററിൻ്റെ കുത്തിപ്പിഴിഞ്ഞ് കാശെടുക്കാമെന്നുള്ളൊരു സമീപനം ഗവൺമെൻറ് മാറ്റണം. പിന്നെ ലൈസൻസിങ് സിസ്റ്റം, ഒരു തിയേറ്ററിൻ്റെ ലൈസൻസ് പുതുക്കുന്നതിന് ഒരു കടമ്പയായിട്ട് മാറിയിരിക്കും. കാര്യം അതിലെല്ലാം ഗവൺമെൻറ് ഓരോരോ ബുദ്ധിമുട്ടുകൾ ഏർപ്പെടുത്തി പരമാവധി ബുദ്ധിമുട്ടിക്കാനാണ് ശ്രമിക്കുന്നത്. അത് ഏകജാലകമാക്കണം തിയേറ്ററിംഗ് ലൈസൻസ്. കാര്യം നമുക്കൊരു 6 മാസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രൊസീജിയറായി മാറിയിട്ടുണ്ട്. 1947 മുമ്പ്, അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് നിലവിൽ ഏർപ്പെടുത്തിയ രീതികളാണ് ഇന്നും ഗവൺമെൻറ് പിന്തുടരുന്നത്. തിയേറ്റർ ലൈസൻസിങ് ആയാലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയാലും ഒരു ഓപ്പറേറ്റർ ലൈസൻസ് വേണം. നിങ്ങൾക്കറിയാം, പഴയ ഒരു പ്രൊജക്ടർ കലാഭവനിൽ വെച്ചിട്ട് അതിൻ്റെ റീൽ ഓടിച്ച് കാണിച്ചു കൊടുക്കണം, ഓപ്പറേറ്റർ ലൈസൻസ് വേണമെന്ന്. ഇന്ന് ആ പഴയ പ്രൊജക്ടർ വെച്ച് ആരെങ്കിലും സിനിമ ഓടിക്കുന്നുണ്ടോ? ഇന്ന് ഡിജിറ്റൽ പ്രൊജക്ടറാണ്. ആ ഡിജിറ്റൽ പ്രൊജക്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റർക്ക് ഓപ്പറേറ്റർ ലൈസൻസ് കൊടുക്കുകയല്ല ചെയ്യുന്നത്. പഴയ കാലഹരണപ്പെട്ട ഒരു പ്രൊജക്ട് വെച്ചിട്ടുണ്ട്, അതിൽ ഫിലിം ഓടിച്ച് കാണിച്ചു കൊടുക്കുക, ഓപ്പറേറ്റർ ലൈസൻസ് വേണം. ഈ സൈസ് സിസ്റ്റത്തിനാണ് ഒരു ചേഞ്ച് വേണം. അപ്പോൾ ഇതിന് മൊത്തത്തിലൊരു ശാശ്വതമായ പരിഹാരമാണ്. അതിന് തീർച്ചയായിട്ടും തിയേറ്ററുകൾ ഉൾപ്പെടെ തിയേറ്ററുകളുടെ പൂർണ്ണ സഹകരണത്തോടെ ഈ സൂചനാ പണിമുടക്കിലും മുന്നോട്ട് ചേംബർ നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും തിയേറ്റർ ഉടമകളും ഉണ്ടാകും. അല്ലാതെ നമ്മളിപ്പോൾ ഇത് ചർച്ച ചെയ്യാനല്ല ഇന്നത്തെ പ്രസ് മീറ്റ്. ഇന്നത്തെ പ്രസ് മീറ്റിൻ്റെ ഉദ്ദേശം നമ്മുടെ സൂചനാ സമരം എന്താണെന്നും ആ ഗവൺമെൻറ്റിനെതിരെയാണെന്നും വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നി. ബിക്കോസ് കഴിഞ്ഞ പ്രാവശ്യം വിളിച്ച പത്രസമ്മേളനത്തിൽ നമ്മൾ ആഞ്ഞു പറഞ്ഞു, അതെല്ലാം ഉറപ്പിച്ച് പറഞ്ഞു, ഒരു 1 ഡേ ടോക്കൺ സ്ട്രൈക്ക് എന്നുള്ളത്. പക്ഷെ പിന്നെ വന്നത് ജൂൺ നടക്കാൻ പോകുന്ന നടക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ നടത്തുമെന്ന് പറഞ്ഞ സ്ട്രൈക്കിനെ പറ്റിയാണ്. അത് വളരെ പരിതാപകരമായിരുന്നു മീഡിയയുടെ സൈഡിൽ നിന്ന്. ഓഫ് കോഴ്സ് ഞങ്ങൾക്ക് അത് വന്നത്. അതൊരിക്കലും ഞങ്ങൾ പറഞ്ഞത് ഇതൊക്കെ നടന്നില്ലെങ്കിൽ മാത്രമാണ്. ആ സമയത്ത് ഡെഫിനറ്റായിട്ട് ഇപ്പം നിങ്ങൾ ചോദ്യത്തിന് ഉത്തരം പറയണേ. അതായത് ആ സമയത്ത് ഞങ്ങൾ അങ്ങനെ ഒരു സ്ട്രൈക്കിലേക്ക് പോകണം. അതിൻ്റെ ഇടയിൽ എത്രയോ സമയങ്ങളുണ്ട്. ആ സമയത്തിനുള്ളിൽ ചർച്ച നടക്കും, അല്ലെങ്കിൽ അതിൻ്റെ വഴികളുണ്ടാവും. ഇതൊന്നും ഉണ്ടായില്ലെങ്കിൽ മാത്രമാണ് ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക് എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിന് സമയമില്ലേ? അതിനെപ്പറ്റി ഇപ്പോഴേ പറയണേ എങ്ങനെയാണ്? എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പം നമ്മൾ അതിനെപ്പറ്റി വിശദീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങൾ കുറക്കണ്ട. ഞങ്ങൾ പറയണതാണ്, ഞങ്ങൾക്ക് കുറക്കണ്ട. അവരാരും തന്നെ പേഴ്സൻ്റ് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടോ? ഇന്ന ആർട്ടിസ്റ്റിനെ വെച്ച് പടമെടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? പ്രൊഡ്യൂസേഴ്സിനെ ഉദ്ദേശിച്ചിട്ട്, ചേംബറിനെ ഉദ്ദേശിച്ചിട്ട് ഒന്നുമില്ല. ഞങ്ങൾ അതിനുള്ള വഴികൾ കണ്ടെത്തിക്കോളാം സാർ. എങ്ങനെയാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന് പറയുന്ന സിനിമ ഉണ്ടായത്? അല്ല, തീർച്ചയായിട്ടും അല്ല. അതേ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളൊന്നും ഉണ്ടാവില്ലല്ലോ, പ്രേമലും ഉണ്ടാവില്ലല്ലോ, അങ്ങനെ മറ്റുള്ള പടങ്ങളൊന്നും തന്നെ ഇവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പം അത് മൂവ് ചെയ്ത കാര്യമല്ലേ? നിർമ്മാതാക്കൾ ഒരു കത്തിന് മറുപടി കൊടുത്തു, രാജേഷ് കത്തിന് മറുപടി കൊടുത്തു, താരസംഘടന കത്തിന് മറുപടി കൊടുത്തു.
ഇത് കത്ത് വന്ന എല്ലാ കത്തിനും മറുപടി കൊടുക്കും, അവരുടെ കത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഉണ്ട്. അതോടൊപ്പം ജയൻ ചേർത്തക്ക് ഒരു വക്കീലിനോട് അവിടുന്ന് ജയൻ ചേർത്തല 7 ദിവസത്തിനുള്ള നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നു പറഞ്ഞു. ആ നടപടി എന്തായി? അത് മറുപടി വന്നിട്ടില്ല. 7 ദിവസം ആകുന്നേ ഉള്ളൂ. 7 ദിവസമായി. ഇനി ഒരു 3 ദിവസം അതിൻ്റെ കത്തയച്ചാൽ തന്നെ മറുപടി 7 ദിവസത്തിനകത്ത് മറുപടി തരണമെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ഒരു 3 ദിവസം കൂടെ വെയിറ്റ് ചെയ്യും. മറുപടി വന്നില്ല എന്നുണ്ടെങ്കിൽ നിയമ നടപടിയായിട്ട് മുമ്പോട്ട് പോകും. ഇപ്പൊ സിയാദ് പറഞ്ഞാൽ തന്നെ ഒരു കാര്യം കൂടെ വ്യക്തത, നിർമ്മാതാക്കളുടെ സംഘടന 2 വൈസ് പ്രസിഡന്റ് സെക്രട്ടറിയാണ്. ഈ ഇപ്പം ഒരു താരത്തെ ഉണ്ടാക്കുന്നത് നിർമ്മാതാവാണ്, ഒരു താരം ഉദയം ഉണ്ടാകുന്നത് തിയേറ്ററിൽ നിന്നാണ്, അതിന് യാതൊരു ഡൗട്ടില്ല. എന്നിട്ടും ഈ താരങ്ങൾ പൂർണ്ണമായിട്ട് സഹകരിക്കാതെ വരുമ്പോൾ നിങ്ങളെ പോലുള്ള നിർമ്മാതാക്കൾ ആ താരത്തെ, ചില നിർമ്മാതാക്കൾ ആ താരത്തെ തന്നെ വേണമെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ പൈസ പറയാനുള്ള ഒരു അധികാരമില്ലേ? ഒരു ചോദ്യമാണ്. എനിക്ക് ആ താരത്തെ വിട്ട് വേണം. തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ നിർമ്മാതാക്കൾ അയാളുടെ പുറകെ പോകാതിരിക്കുന്നതിൽ ഏറ്റവും ഉചിതം. അതെ, അതാണ് തീർച്ചയായിട്ടും പറഞ്ഞത്. അത് തന്നെയാണ് സെയിം അല്ലേ പറഞ്ഞത്. അതായത് ആവശ്യമുള്ളവർ സംസാരിച്ച് ആ പൈസക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ആളെ വെച്ച് ചെയ്യുക, അത്രേ ഉള്ളൂ ചെയ്യുന്നത്. പിന്നീട് പൈസ കൂടിയെന്ന് പറഞ്ഞ് കംപ്ലൈന്റ് വിട്ടൊരു കാര്യമില്ലല്ലോ. നിർമ്മാതാക്കളുടെ അടുത്ത് നിർമ്മാതാക്കൾ തന്നെ കംപ്ലൈന്റ് പോയി. എന്റെ പൊന്നലി, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അല്ല, പുതിയ സംസ്കാരം സിനിമക്ക് ഉണ്ടാവണം ഒരാവശ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇന്ന് എല്ലാവർക്കും അറിയാം, പിന്നെയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യമുള്ളത്? ഇന്ന് ആരഭിനയിച്ചാലും OTT സെയിലുമില്ല, സാറ്റലൈറ്റ് സെയിലുമില്ല, മറ്റുള്ള കച്ചവടങ്ങളില്ല. പിന്നെ എന്തിനാണ് ചോദ്യത്തിന് താരങ്ങളെ കൂടുതൽ ചോദിക്കുന്നത് അവരുടെ സക്സസ് ആകുമ്പോൾ ഒരു പടം സക്സസ് 1 കോടിയിൽ നിന്ന് 5 ആയി, രണ്ടാമത് പടം സക്സസ് ആയി 10 ആയി, 4 പടം പൊട്ടുമ്പോൾ അവർ കുറയ്ക്കണോ വേണ്ടയോ? അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അതിന് മറുപടി നിങ്ങൾ ഒന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾ ഒരു മിനിറ്റ് നിങ്ങൾ ചോദ്യത്തിന് നാം മറുപടി പറഞ്ഞു. പടം സക്സസ് ആയി, പ്രേമലു കൂടി, ആ ഹീറോ 1 കോടി ചോദിച്ചു, അടുത്ത പടം കൂടി 5 കോടി ചോദിച്ചു, കൊടുക്കാൻ നിർമ്മാതാക്കൾ തയ്യാറാണ്. അയാളുടെ 5 പടം പൊട്ടിയാൽ അയാൾ 5-ൽ നിന്ന് 10 പോകണം, 10-ൽ നിന്ന് 1-ലേക്ക് വരണം. അതിന് മറുപടി നിങ്ങളെ ആരെങ്കിലും ഒന്ന് ഈ ചോദ്യം ചോദിക്കേണ്ടത് മറ്റും പോരാ, മറുപടിയും കൂടി നിങ്ങൾ പറയണം. അപ്പൊ പിന്നെ ഇപ്പൊ നിങ്ങൾ എഗ്രിമെന്റിലേക്ക് വന്നാൽ, രാകേഷ് അവിടെ നിന്ന് ഒരു കത്ത് അമ്മയ്ക്ക് എഴുതിയിട്ടുണ്ട്. നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. അത് പ്രകാരം 30% ഡ്യൂറിങ് ഷൂട്ടിംഗ്, 40% ഡ്യൂറിങ് ഡബിങ്, 30% ബിഫോർ റിലീസ്. അത് അവർ പാലിക്കണോ വേണ്ടിയോ? എഗ്രിമെന്റ് ഞങ്ങൾ മാത്രം വായിച്ചാൽ പോയല്ലോ, അവർ പാലിക്കണോ വേണ്ടയോ? പിന്നെ അവർ ഒരു പ്രൊമോഷൻ വരണ്ടേ? നിങ്ങൾ തന്നെ പറ, ഒരു പ്രൊമോഷൻ വേണ്ടയോ വേണോ? അപ്പൊ അതും വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ഒന്ന് റെമ്യൂണറേഷൻ കുറയ്ക്ക്, ഇല്ലെങ്കിൽ പ്രൊമോഷൻ വാ, ഇല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ബേസിസിന് അസോസിയേഷൻ എഴുതിയിട്ടുണ്ട്. പ്രൊഡ്യൂസർ അസോസിയേഷൻ അത് ഗ്യാരണ്ടി ആ പൈസ മേടിച്ചു തരാമെന്ന്. അപ്പൊ ആ ഗ്യാരണ്ടി ഏക്കണ്ടേ? എന്ത് ചെയ്യണം? ഇപ്പൊ ചോദ്യം ചോദിച്ച താങ്കൾ ഒന്ന് മറുപടി പറഞ്ഞു. പഴയ പ്രൊഡ്യൂസറാണ് ഞാൻ ഒന്ന് ഫോളോ ചെയ്യാം, ഞാൻ ഒരു പടം എടുക്കാൻ ശ്രമിക്കാം, ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ എഗ്രിമെന്റ് ഉണ്ട്, പാലിച്ചില്ലെങ്കിൽ ആ എഗ്രിമെന്റ് എത്ര വേണമെങ്കിലും രാകേഷ് ഇപ്പൊ നിങ്ങളുടെ ഓഫീസിൽ പോയാൽ തരും. നിങ്ങളുടെ കയ്യിൽ വേണോ? 100 എഗ്രിമെന്റ് വേണോ? പിന്നെ ഞങ്ങൾ ഞാൻ നിർമ്മാതാവായിട്ട് എന്നെ വെച്ച് പണമെടുക്കാൻ പറ്റുമോ? ഞാൻ നിർമ്മാതാവായിട്ട് നിങ്ങളെ വെച്ച് പണമെടുക്കാൻ പറ്റുമോ? ഓഡിയൻസ് വരണ്ടേ? താരങ്ങളല്ല, ഓഡിയൻസ് വേണോ വേണ്ടയോ? സിനിമയ്ക്ക് ഞാനും നിങ്ങൾ അഭിനയിച്ച പടം ഓടോ? അതുകൊണ്ടാണ് ദയവേത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്കും ഇതുപോലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനായി. ഇതൊക്കെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇതൊക്കെ അതല്ല, ഇനിയിപ്പോ ക്വസ്റ്റ്യൻസ് ഇല്ല, വേറെ ഒന്നല്ല. പറയേണ്ട മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെ താരങ്ങളെ അടുത്ത് പോയിരുന്നു? OTT സാറ്റലൈറ്റ് വിലയുണ്ടായിരുന്ന സമയത്താണ് പോയത്, ഇപ്പൊ അതില്ല. അത് കാരണം താരങ്ങൾ സിനിമ എല്ലാ മാസവും കണക്ക് പുറത്തുവിടുമെന്ന് പറഞ്ഞു. പുതിയൊരു സിനിമ സംസ്കാരം ഉണ്ടാവും. പിന്നെ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നത് മോണപ്പൊളി അല്ല. 6 മാസം കൊണ്ട് മുഖം കാണാനുള്ള ജനങ്ങൾ മറക്കും, പുതിയ ആൾക്കാർ വന്നാലോ. അതുകൊണ്ട് ഞങ്ങളെ സിനിമ ചേംബർ ഇവിടെ പുതിയ തീരുമാനം എടുത്താൽ അത് നടപ്പിലാക്കിയിരിക്കും. ഞങ്ങൾ ഇനി സ്ട്രോങ് ആണ്.